ഒരു ന്യൂ ജെൻ കരിക്കുലം ഡെവലപ്പ് ചെയ്യുക. അതായത് ലോകത്തെല്ലായിടത്തും തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്ലോബൽ ജോബ് മാർക്കറ്റ് നിരീക്ഷിക്കാൻ ഉള്ള ഒരു സ്ഥിരം ജോബ് വാച്ച് ടവർ കേരളത്തിലുണ്ടാവും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സംശയം തോന്നിയിട്ടോ. കേരളത്തിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, സതീശൻ സാറിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്തോ? കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പദ്ധതികളൊക്കെ വിവരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ എന്തോ ഒരു ടവർ സ്ഥാപിക്കുന്ന പറയുന്നത്. എല്ലാവർക്കും തൊഴിൽ കിട്ടാൻ പോകുന്ന എന്തോ ഒരു ടവർ സ്ഥാപിക്കും. കാരണം ഈ ജോലിയിലൊക്കെ വളരെ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അത്രേ. അത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടവർ ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അത് അദ്ദേഹം തന്നെ പറയട്ടെ അല്ലേ. എന്താണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വല്ലവരും കയറ്റി നിർത്തിയിട്ട് ഇങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വല്ലവരും നിർത്തുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ജോലികൾ മാറുന്നതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലായില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും അദ്ദേഹം ഒന്ന് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറ്റവും ലോക പ്രശസ്തരായിട്ടുള്ള മലയാളികളെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജോബ് വാച്ച് ടവർ. അതായത് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് തൊഴിലിൻ്റെ സ്വഭാവം മാറിയത്. ഇപ്പോൾ വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലിൻ്റെ സ്വഭാവം മാറുന്നത് അനുസരിച്ച് ഇവിടെ അതിനനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ, പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കണം. പിന്നെ സ്കില്ലുള്ളത് ചിലപ്പോൾ റീസ്കിൽ കൊടുക്കേണ്ടി വരും, റീഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ റീസ്കിൽ ഡെവലപ്മെൻറ്റ്, സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്, ഇതിന് രണ്ടിനും നമ്മൾ പ്രത്യേകമായ പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അത് വന്നല്ലോ. പിന്നെ ഉള്ളത് എന്തോ മൊത്തത്തിലൊരു സംശയമുണ്ട്. ഒരു ടവർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ആ ടവറിന്റെ മുകളിൽ ലോകപ്രശസ്തരായ മലയാളികളെ വെച്ചാണ് ഈ പരിപാടിയൊക്കെ നടത്താൻ പോകുന്നതെന്ന് മനസ്സിലായി. ഈ എങ്ങനെ മാറുത്ര ഒരു 5 കൊല്ലം കൂടുമ്പോഴൊക്കെ ഇത് മാറും. കമ്പ്യൂട്ടർ വന്നപ്പോൾ മാറിപ്പോയി. അപ്പം അങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ സിലബസ്, പ്രോഗ്രാം, പഠന വിഷയങ്ങളൊക്കെ അപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കും. അതാണ് പദ്ധതി. ഇതാണ് മനസ്സിലുള്ള വലിയൊരു പദ്ധതി. ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാവർക്കും ഇവിടെ തന്നെ പഠിച്ച് ജോലി കിട്ടുന്ന എന്തോ ഒരു വലിയ വിസ്മയമാണല്ലോ ഇപ്പോൾ നമുക്ക് ആകെ ഉള്ളത്. UDFിൻ്റെ കയ്യിൽ വിസ്മയം തീർക്കുകയാണ്. അങ്ങനെ ഒരു വിസ്മയം സൃഷ്ടിക്കുമെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവല്ല, ഇനിയിപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന സതീശൻ സാറ് പറയുന്നത്. അദ്ദേഹത്തിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആരൊക്കെ തൊട്ടടുത്ത് നിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ആരോ എഴുതി കൊടുത്തതാണ്. അത് ഇവിടെ ഞാൻ സംസാരിക്കുമ്പോൾ പറയാം. പിന്നെ അത് സതീശൻ സാർ പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഭരണം കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി, ധൃതി വെക്കണ്ട. സതീശൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ എല്ലാവരും തങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പം പെൺകുട്ടികളെയാണ് കൂടുതലായി പഠിപ്പിക്കുന്നത്. ഒരു വീട്ടിൽ 1-2 പേര് ഉണ്ടാവുള്ളൂ. മിക്കവാറും ഒരു വീട്ടിൽ ഒരാളാണ് ഉള്ളത്. അവരെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ടാവും, അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുണ്ടാവും. ഒരു വർഷത്തിൽ ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിഗ്രി മുതൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ മറ്റ് എൻജിനീയറിങ്, ഡോക്ടർ, നേഴ്സിംഗ് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഏതാണ്ട് ഒരു 4 ലക്ഷത്തിനടുത്ത് കുട്ടികൾ ഒരു വർഷം പരീക്ഷ പാസ്സായി പുറത്തിറങ്ങുന്നുണ്ട്. 4 ലക്ഷം പേര്. നമ്മുടെ സർക്കാർ മേഖലയിൽ ആകെയുള്ള ജോലിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 5-5.5 ലക്ഷം പേര് മാത്രമാണ് ഉള്ളത്. അത് സാറ് മനസ്സിലാക്കണം. അപ്പോൾ 5.5 ലക്ഷമാണ് നമ്മുടെ സർക്കാർ മേഖലയ്ക്ക് ജോലി കൊടുക്കാൻ പറ്റുക എങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സർക്കാരിന് ഇനി എല്ലാ വർഷവും 4-4.5 ലക്ഷം പേര് പഠിച്ചിറങ്ങിയ അവർക്കൊക്കെ ജോലി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൽ തന്നെ ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് സർക്കാരിന് മാക്സിമം സർക്കാർ ജോലി കൊടുക്കാൻ പറ്റിയത് ഈ 5.5 ലക്ഷത്തിലെ ഏതാണ്ട് 3 ലക്ഷത്തിലധികവും ഈ സർക്കാർ മേഖലയിൽ ജോലി, ഏതാണ്ട് ഒരു ദിവസം ഒരു 87 പേർക്കെങ്കിലും സർക്കാർ ജോലി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഒരു 10-50,000 പേര്, കുറേ പേര് പുറത്തു പോയി പഠിക്കുന്നുണ്ട്. ഏതാണ്ട് 2-2.5 ലക്ഷം പേര് വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ കേരളത്തിൽ സർക്കാർ മേഖലയിൽ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഏതാണ്ട് 7 ലക്ഷത്തിൽ പരം ആൾക്കാർ ഓർഗനൈസറായ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലേറെ ഏതാണ്ട് 1 കോടിയിലധികം അൺഓർഗനൈസ്ഡ് സെക്ടറായിട്ട് കച്ചവട മേഖലയിൽ, കൃഷിയിൽ, കെട്ടിടം പണി ഇങ്ങനെ തുടങ്ങിയതിലുണ്ട്. അത് തന്നെ ഏതാണ്ട് 10-30 ലക്ഷം പേര് ബംഗാളികൾ എന്ന് പറയുന്ന നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. ഇത്തരം ജോലികളൊന്നും തന്നെ മലയാളികൾ ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരു സത്യവും നിലനിൽക്കുമ്പോൾ ഏത് വലിയ ടവർ കിട്ടിയാലും ഇങ്ങനെ വർഷം തോറും 4-4.5 ലക്ഷം പേര് പഠിച്ചിറങ്ങുമ്പോൾ അവർക്കെല്ലാം ഇവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല.
അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു വിസ്മയം തീർത്തുകൊണ്ട് എല്ലാവർക്കും ഇവിടെ തൊഴിലുണ്ടാക്കുക എന്ന് പറയുന്നതും പ്രായോഗികമല്ല. എവിടെയാണോ നല്ല തൊഴിൽ കിട്ടുന്നത് അവനവൻ പഠിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലി ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അവിടേക്ക് പോകും. വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ അവിടെ ജോലി കൂടെ സ്വപ്നം കണ്ടിട്ടാണ് അവർ പോകുന്നത്. അത് പ്രത്യേകിച്ചും UK, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, USA തുടങ്ങിയ വിദേശങ്ങളിലൊക്കെയാണ് നമ്മുടെ മക്കൾ പോകുന്നത്. അതിനെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു 2-3 ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പോകുന്നത്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ മലയാളികളായ കുട്ടികൾ വിദേശത്തേക്ക് പോകാൻ തയ്യാറാകുന്നത്, മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ മലപ്പുറം അല്ലെങ്കിൽ മലബാർ മേഖലയിൽ നിന്ന് കുറേ പേർ തൊഴിൽ തേടി ഗൾഫ് മേഖലയിലേക്ക് പോയിരുന്നത് പോലെ ഇന്ന് കുറേ പേർ തെക്കൻ കേരളത്തിനും മധ്യ കേരളത്തിൽ നിന്നും പോകുന്നത് ഇത്തരം കൺട്രീസിലൊക്കെയാണ്. ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആർക്കും മനസ്സിലാകാത്ത ഇത്തരം ടവറുകളൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ പാവം ജനങ്ങൾ ചിലരെന്ത് വിചാരിക്കും? ഇതിപ്പോൾ UDF വന്നാൽ, സതീശൻ സാറ് വന്നാൽ പിറ്റേ ദിവസം മുതൽ ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടാവും. ഒരാൾക്കും വിദേശത്ത് ഇനി പോകേണ്ടി വരില്ല, അവിടെ പഠിക്കേണ്ടി വരില്ല, എല്ലാം ഇവിടെ തന്നെ പഠിക്കാം, പഠിച്ച ഉടനെ പിറ്റേ ദിവസം തന്നെ തൊഴിലിതാ സർക്കാർ തരും എന്നൊക്കെ ധരിക്കാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് വിചാരിക്കരുത്. ലോകം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ഈ സതീശൻ സാറിനേക്കാൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നന്നായിട്ടറിയാം. അവരുടെ വിരൽ തുമ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവിടെ എന്ത് നടക്കുന്നു, എന്താണ് സാധ്യത, തങ്ങളുടെ ഭാവി എവിടെയാണ് എന്നൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വളരെ നിശ്ചയമുണ്ട്. അവരെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറേ വാചക കസർത്തുകൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ജനവിഭാഗം അല്ലെങ്കിൽ കുട്ടികൾ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കറിയാം പ്രാക്ടിക്കലായിട്ട് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. കേരളത്തിൻ്റെ വിഭവശേഷി എന്ത്, കേരളത്തിൽ നിന്ന് ഇനി വിദ്യാഭ്യാസം നേടിയാൽ തന്നെ ഇവിടെ എന്ത് തരത്തിലുള്ള ഒരു ജോലി സാധ്യതയാണ് ഉള്ളതെന്നൊക്കെ അവർക്കറിയാം. കേരളത്തിൽ വലിയ ഫാക്ടറികളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. കാരണം ജനനിബിഡമായ ഇവിടെ വലിയ ഫാക്ടറികൾ എന്തിനും ഒരു കുപ്പ സംസ്കരിക്കാൻ ഒരു സ്ഥലം ഏതെങ്കിലും കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടുത്തെ ആരാണോ ഭരിക്കുന്നത് അവരുടെ എതിർകക്ഷികളെല്ലാം കൂടെ ചേർന്ന് അവിടെ വലിയ സമരം ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു ഫാക്ടറി വരും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ എന്താണുള്ളത്? IT മേഖലയോ അല്ലെങ്കിൽ ടൂറിസം പോലെയുള്ള മേഖലയൊക്കെയാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ 4-4.5 ലക്ഷം കുട്ടികൾ ഒരു വർഷം പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് എവിടുന്ന് തൊഴിൽ കൊടുക്കാനാണ്? അത് സാറിനെ പോലെയുള്ളവർക്ക് ചിന്തിക്കാൻ അറിയാഞ്ഞിട്ടല്ല. എന്തായാലും രാഷ്ട്രീയമല്ലേ, അധികാരം പിടിക്കാനുള്ളതല്ലേ, സാറ് പറയാനുള്ളത് പറഞ്ഞോളൂ. കുട്ടികൾ അവർക്ക് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.